ഭഗവാന്മാരുടെയും മഹത് വ്യക്തികളുടെയും മറ്റും വിഗ്രഹങ്ങൾ സമ്മാനമായോ അല്ലാതെയോ നമുക്ക് ലഭിക്കാറുണ്ട്. എന്നാൽ ഇവ വീട്ടിൽ വെക്കുന്ന കാര്യത്തിൽ നിരവധി സംശയങ്ങളുണ്ട്. വിഗ്രഹങ്ങൾ വെക്കുന്നത് ദോഷമാണെന്നും കരുതുന്നവരുണ്ട്. ഇതൊരു തെറ്റിദ്ധാരണയാണ്. ഭംഗിക്ക് വേണ്ടിയോ കൗതുകം കൊണ്ടോ വിഗ്രഹം വീട്ടിൽ വെക്കുന്നതിൽ തെറ്റില്ല. ഭഗവത് വിഗ്രഹങ്ങൾ വെക്കുമ്പോൾ വൃത്തിയുള്ളിടത്ത് വെക്കണമെന്ന് മാത്രം. വീട്ടിൽ പൂജാമുറി ഉള്ളതുകൊണ്ട് ഐശ്വര്യമുണ്ടാകുമെന്നതിൽ സംശയമില്ല. പൂജാമുറിയിൽ ഫോട്ടോകൾ മാത്രമല്ല, വിഗ്രഹങ്ങളും വെക്കാം, പൂജയും ചെയ്യാം. എന്നാൽ താന്ത്രിക വിധിപ്രകാരം പ്രതിഷ്ഠിച്ച വിഗ്രഹം വെക്കരുതെന്ന് മാത്രം. പൂജയും താന്ത്രികവും പഠിച്ച ബ്രാഹ്മണരിൽ ചിലർ വീട്ടിൽ പ്രതിഷ്ഠ ചെയ്ത് പൂജിക്കാറുണ്ട്. എന്നാൽ പൂജയും താന്ത്രികവും പഠിക്കാത്ത സാധാരണക്കാർക്ക് പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾക്ക് മുന്നിൽ വിളക്ക് കത്തിച്ചു പ്രാർത്ഥിക്കുകയും നാമങ്ങൾ ജപിക്കുകയും വിശേഷ ദിവസങ്ങളിൽ മാലകൾ ചാർത്തുകയും ആവാം. നിത്യവും വിളക്ക് തെളിച്ചും പൂക്കൾ, കർപ്പൂരം, നിവേദ്യം എന്നിവ സമർപ്പിച്ചും ആരാധിക്കുമ്പോൾ അതിലൊരു ചൈതന്യമുണ്ടാവും. പിന്നീട് പൂജകൾ മുടങ്ങാതെ ശുദ്ധിയോടെ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ വിപരീത ഫലമാകും ഫലം. തിരക്കുപിടിച്ച ജീവിതത്തിലും അണുകുടുംബത്തിലും ഇത് സാധ്യമായെന്ന് വരില്ല. അതിനാലാണ് പൊതുവെ വിഗ്രഹാരാധന ഭവനത്തിൽ പാടില്ല എന്ന് പറയുന്നത്. പൂജാമുറി എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ വിപരീത ഫലമുണ്ടാകും. രാവിലെയും സന്ധ്യയ്ക്കും നിലവിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാണ്. തൂക്കുവിളക്കുകൾ പൂജാമുറിയിൽ കത്തിക്കരുത്. അഷ്ടമംഗല്യം, അതായത് നെല്ല്, അരി, വസ്ത്രം, കത്തിച്ച നിലവിളക്ക്, വാൽക്കണ്ണാടി, കുങ്കുമച്ചെപ്പ്, കളഭം അല്ലെങ്കിൽ ചന്ദനം, ഗ്രന്ഥം, പിന്നെ രാമായണം, മഹാഭാരതം, ഭാഗവതം, ദേവി മാഹാത്മ്യം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ കാണത്തക്ക രീതിയിൽ തന്നെ പൂജാമുറിയിൽ സൂക്ഷിക്കണം. സ്നാനശേഷം ചാർത്താനുള്ള ചന്ദനം, കുങ്കുമം, ഭസ്മം, മഞ്ഞളിവ ഒരു തട്ടത്തിൽ പൂജാമുറിയിൽ വയ്ക്കാവുന്നതാണ്. ഭഗവത് ചിത്രങ്ങളും വിഗ്രഹങ്ങളും പൂജാ സാമഗ്രികളും അല്ലാതെ മറ്റൊന്നും പൂജാമുറിയിൽ സൂക്ഷിക്കാൻ പാടില്ല. ഭഗവത് വിഗ്രഹങ്ങൾ കിടപ്പുമുറിയിൽ നിന്ന് ഒഴിവാക്കണം. ഭംഗിക്ക് വേണ്ടി പ്രധാന ഹാളിലോ ഉമ്മറത്തോ വെക്കുന്നതിൽ തെറ്റില്ല. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, സുബ്രഹ്മണ്യൻ, സൂര്യൻ, ഇന്ദ്രൻ തുടങ്ങിയ വിഗ്രഹങ്ങൾ കിഴക്കുദിശയിൽ പടിഞ്ഞാറോട്ട് അഭിമുഖമായി വരും വിധത്തിലാണ് വെക്കേണ്ടത്. ഗണപതി, ദുർഗ, കുബേരൻ, ഭൈരവൻ തുടങ്ങിയ വിഗ്രഹങ്ങൾ വടക്കു ദിശയിൽ വെക്കണം. ഇത് തെക്ക് ദിശയിലേക്ക് അഭിമുഖമാകണം. ശിവലിംഗം പൂജാമുറിയിൽ വെക്കുന്നതിനേക്കാൾ വിഗ്രഹമായി വെക്കുന്നതാണ് നല്ലത്. ഇത് വടക്ക് ദിക്കിലാണ് വെക്കേണ്ടത്. ഹനുമാൻ വിഗ്രഹം തെക്ക് കിഴക്ക് ദിശയിലേക്ക് അഭിമുഖമായി വരരുത്. ഇത് തീയിന്റെ ദിശയായാണ് അറിയപ്പെടുന്നത്. വടക്കു കിഴക്കാണ് വിഗ്രഹങ്ങൾ വെക്കാൻ ഏറ്റവും ഉത്തമം. പുലവാലായ്മ, ആർത്തവം എന്നീ അശുദ്ധിയുള്ള സമയത്തിൽ പൂജാമുറിയിൽ പ്രവേശിക്കരുത്. വാൽക്കിണ്ടിയിലെ ജലം, അഗർബത്തിയുടെ ചാരം, വാടിയ പുഷ്പങ്ങൾ എന്നിവ സമയാസമയങ്ങളിൽ മാറ്റുക. കേടുപാട് വന്ന ചിത്രങ്ങളും വിഗ്രഹങ്ങളും പൂജാമുറിയിൽ നിന്ന് ഒഴിവാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം. കൂടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ.